യേശുവിൽ പിതാവ് നമ്മുടെ ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ആത്മീയ കേന്ദ്രമാണ്. ഒരു അഭയ കേന്ദ്രമാണ് കൃപാസനം. ഒരുപക്ഷെ നിങ്ങൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉടമ്പടി ആത്മീയരുടെ താമസം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 26-ാം തീയതി കോഴിക്കോട് രൂപത അധ്യക്ഷൻ വർഗീസ് പിതാവ് ബിഷപ്പ് വൈദികരുടെ വിശ്വാസവൈദ്യങ്ങള് കൃപാസനത്തിൽ പോവുകയുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തില് പരിശുദ്ധ അമ്മയുടെ മാതൃശ്വാസത്തിലുള്ള അഖണ്ഡ സമാന റാലിയിൽ പങ്കെടുക്കുവാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ തലേ ദിവസം തന്നെ അവിടെ എത്തിച്ചേർന്നു. പിറ്റേ ദിവസം രാവിലെ 6-ന് മാലയുള്ള കടത്തുനിന്നുമാണ് ഈ റാലി ആരംഭിക്കുന്നത്. ഞങ്ങളുടെ പിതാവാണ് റാലിക്കുള്ള പ്ലാൻ ഓഫ് നടത്തിയിരിക്കുന്നത്. അതേ ദിവസം ഡേവിസ് പിതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർക്ക് അർദ്ധെങ്കിലും ബസ്സില് വിശുദ്ധ പങ്കെടുക്കുകയുണ്ടായി. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം പുലർച്ചെ അതിരാവിലെ 3 മണി മുതൽ ആളുകൾ ഈ ജപമാല റാലി കൃപാസനത്തിൽ നിന്നും ആരംഭിക്കുകയുണ്ട്. ഞങ്ങള് 6-ലേക്ക് പാതിരക്കുളം കടപ്പുറത്ത് എത്തിച്ചേർന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു വലിയ ജനസാഗരം. ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കാണുന്നത്. അവിടുന്ന് ജപമാല റാലി ആരംഭിച്ച് പള്ളികൾ പള്ളി ഡിസ്ട്രിക്റ്റിൽ എത്തിച്ചേർന്നു. പിതാവിന്റെ കുർബാനയിൽ ഞാൻ പങ്കെടുത്തു. ഒരു വലിയ ദൈവ അനുഭവമായിരുന്നു അന്നിരിക്കും. ഒന്ന്, വിശുദ്ധ കുർബാന മധ്യമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന കണ്ടിട്ട് എന്റെ വിശ്വാസം കൂടുതലായിട്ട് ചോദിച്ചു. ഞാൻ ഈ കൃപാസനത്തിൽ പോകുവാനായിട്ടുള്ള ഒരു കാരണമാണ് ഒരു നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഉടമ്പടി നടത്തിയ ശേഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിക്ക് ലഭിച്ച ഒരു ദൈവിക അനുഗ്രഹത്തിന് നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്. ഇവിടെ ഞായറാഴ്ച കുർബാന സമയത്ത് ഒരു യുവാവിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ അറിയില്ല, ഞാൻ പറഞ്ഞത് ഒരു ഹോപ്പിംഗ്. എനിക്ക് പരിചയമുള്ള ഒരു യുവാവ്, അവൻ പള്ളിയോട് ചേർന്ന് ഒത്തിരി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും അവനുണ്ടാകും. അവന് ഒരു ദിവസം പറഞ്ഞത് മനസ്സിലായാൽ ഇനി മുതൽ പള്ളിയിൽ പോകുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെ പറയുന്നത് എന്റെ കൂടെയുള്ള എന്റെ എല്ലാ കൂട്ടുകാരുമാർക്കും ജോലിയായി ജീവിതപങ്കാളികളായി അവരെല്ലാവരും കല്യാണം കഴിച്ചു നല്ല ജോലിയായിരിക്കും. പക്ഷെ ഞാൻ പള്ളിയിൽ വന്നോ ഒത്തിരി ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് പോകും. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. നല്ല ജോലി ലഭിച്ചിട്ടില്ല. എന്റെ നല്ല ചെയ്ത പങ്കാളി ലഭിച്ചിട്ടില്ല. വിവാഹം നടന്നിട്ടില്ല. എന്നോട് പറഞ്ഞു, എടാ ഈ പള്ളിയിൽ വരുന്നത് ആവശ്യങ്ങൾക്ക് വലിയ മാത്രമാണ്. പെട്ടെന്ന് ഇംഗ്ലീഷ് എങ്ങനെ ഞാൻ അവസരം ഞാൻ പറഞ്ഞ എനിക്ക് വരുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അവനെ വേണ്ടിയിട്ട് അവന്റെ ഈ 2 നിയോഗങ്ങൾക്ക് വേണ്ടി ഈ 2 നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കരുത്. ഞാൻ ഏറ്റവും വിശുദ്ധ കോൺവെന്റിലെ സാക്രിയില് അവളുടെ ഡെലിഗേറ്റ് ഈ വിധിയുടെ അടിയിലാണ് അവരെ 2 നിയോഗങ്ങൾ ഞാൻ എഴുതി വെച്ചു. 1.5 വർഷത്തിന് ശേഷം അവന്റെ ആദ്യത്തെ നിയോഗം ലഭിച്ചു. അതായത് അവന് ജോലി ലഭിച്ചത്. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഞാൻ അന്നത്തെ വാസനത്തിൽ പോകുന്നത്. കാരണം പരിശുദ്ധയുടെ വഴി വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് ആദ്യത്തെ നിയോഗം ലഭിച്ചത്. ഞാൻ ഈ എന്റെ 2ാമത്തെ നിയോഗത്തെ പറയുന്നത് ആഗ്രഹിക്കുകയാണ്. കാരണം എന്റെ സാക്ഷ്യപൂർണ്ണമാവുകയാണ്. 2ാമത്തെ നിയോഗവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവനെ ലഭിച്ചു. അവനെ നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചു. സത്യപാലകന്റെ സാക്ഷിയുടെ പൂർണ്ണമാകും.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് രണ്ട് നിയമങ്ങൾ പ്രിയപ്പെട്ടവരെ ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിച്ചതോട് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ അവിടെ കൃപാസനത്തിൽ കാണുകയാണ്. ജാതി മത ഭേദമന്യേ അനേകം ആളുകളാണ് ആ ആത്മീയ കേന്ദ്രത്തിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഇവിടെ എടുത്തിരിക്കേണ്ട കൃപാസനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നുമല്ല. പക്ഷേ ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ചില സ്ഥലങ്ങളെ ദൈവം ചില ദേശങ്ങളൊക്കെ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒന്നാണ് കൃപാസനം. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോകും. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, അവിടെ എവിടെ പ്രാർത്ഥിച്ചാലും പരിശുദ്ധമാണ് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവിക അനുഗ്രഹം. പക്ഷേ ചില സമയങ്ങളിൽ ദൈവം ചില സ്ഥലങ്ങളെ പ്രത്യേകമായിട്ടും ഉയർത്തണം. അതിനൊന്നാണ് ഇവിടെ കൃപാസനം. ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് മുൻപ് ഇവിടെ ഞാൻ സിദ്ധനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു പ്രായമായ ഒരു ചേട്ടനെ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എല്ലാ വർഷവും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ഒരു അനുഗ്രഹം പേരിലേക്ക് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയ അനുഭവമാണ്. എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വേണ്ടി ആവശ്യം വഹിച്ചുകൊണ്ട് നമുക്ക് നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധമാനൊക്കെ അച്ഛൻ താസേക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെ വിശ്വാസപൂർവ്വം നിങ്ങൾ സമർപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥാനം വിശുദ്ധ കുർബാനയുടെ ശക്തിയാലും ദൈവം ഇടപെട്ട് ആ നിയമങ്ങൾ നിങ്ങൾക്ക് നടത്തുന്നത്. നമ്മുടെ അമ്മ കരുതലുള്ള ഒരു അമ്മയാണ്. പരിശുദ്ധ അമ്മയെ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഈ കരുതലാണ്. പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധ അമ്മയുടെ കരുതൽ നമുക്ക് സുവിശേഷങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്ന 2 വചനങ്ങളും ഒന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് മാത്രം ഉപയോഗിക്കും. യോഹന്നാനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണമാണ് ഉപയോഗിക്കുന്നത്. അവിടെ പരിശുദ്ധ അമ്മയുടെ കരുതലാണ് അവിടെ പറയുന്ന ഉറപ്പിനെ നിറവാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമോടെ യേശു അവിടെ പ്രവർത്തിക്കും. വീണ്ടും കാണുകയാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ാം വചനത്തിൽ അവിടെ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെടുകയാണ്. നമുക്കറിയാൻ ഇതിനു വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. കരുതലുള്ള പരിശുദ്ധ അമ്മ തന്റെ സാക്ഷാത്കാരിയായിട്ടുള്ള എലിസബത്തിന് ശുശ്രൂഷിക്കുവാനായിട്ട് പോവുകയാണ്. തന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഉൾക്കൊണ്ടുള്ള മാറ്റിവെച്ചെന്ന് പരിശുദ്ധ അമ്മ ഒരു തിടുക്കത്തിൽ യാത്ര ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയുടെ കരുതലുള്ള വ്യക്തികളാണ് നമ്മൾ സുവിശേഷത്തിലെ വാക്യങ്ങളൊക്കെ ഉണ്ടായി. കർത്താവിന്റെ കരുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ പറയുകയാണ്, ജനകൃപത്തെ കണ്ടപ്പോൾ യേശുവിനെ അനുഭവമാണ്. അതിന്റെ കാരണം എന്താണ്? ഈശോയ്ക്കുള്ള കരുതലാണ്. ദൈവത്തിന്റെ കർത്താവ് നമ്മോടുള്ള ഏറ്റവും വലിയ കരുതലിന്റെ ഉദാഹരണമാണ് ഈ കുരിശ്. നമ്മളോടുള്ള സ്നേഹം. സ്നേഹവും കരുതലും ഹൃദയമൊക്കെ നഷ്ടപ്പെട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ആത്മീയമായിട്ട് ഉണർന്നു നൽകുവാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പ ഈ കഴിഞ്ഞ നാളിൽ ഒരു ചാക്രിക ലേഖനം കൂടിയുണ്ടായി. പാപ്പയുടെ 4ാമത്തെ ചാക്രിക ലേഖനമാണ്. നിങ്ങൾ കേട്ടിരുന്നോ ലേഖനത്തെ കുറിച്ച്? ഫ്രാൻസിസ് പാപ്പയുടെ 4ാമത്തെ ചാക്രികയാണ്. അതാണ് പേര് അവൻ നമ്മെ സ്നേഹിച്ചത്. തിരുഹൃദയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുഹൃദയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ എത്തിയിരിക്കുന്ന 4ാമത്തെ ലേഖനം. പാപ്പ നമുക്ക് നൽകുന്ന ആഹ്വാനം പ്രകാരമാണ്. കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് സ്നേഹവും കരുതലും ഹൃദയമുള്ള വ്യക്തികളൊക്കെയായിട്ട് മാറുവാൻ വേണ്ടി നമുക്കറിയാവുന്നത് യുദ്ധം പല നടത്തുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളൊക്കെ അസാധുമായ കാണുന്നുണ്ട്. അവിടെയെല്ലാം സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, ഐക്യം സ്ഥാപിക്കുവാൻ വേണ്ടി പാപ്പ നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ് ഈ ചാക്രികയിലുള്ളത്. ചിലപ്പോഴും പ്രിയപ്പെട്ടത് നമ്മള് സ്വാർത്ഥരായിട്ട് മാറാം. നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു നമ്മൾ ചെറിയ ദ്വീപുകളൊക്കെ ആയിട്ട് മാറാറുണ്ട്. ചില കുടുംബങ്ങൾ കാണുന്നുണ്ട്. നമുക്കറിയുന്നത് നമ്മൾ ഇന്റർനെറ്റ് വഴിയുള്ള അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. എന്നാൽ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്.
ഹൃദയം പ്രതികരിക്കുന്ന രീതിയാണ് എത്ര ആഴകരമായിട്ട് കണക്കിട്ടാവും. ചില കുറവുകളുണ്ട്. ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് വരും. മകൻ അമ്മയ്ക്ക് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ്, അമ്മയെ ഫുഡ് ആയോ, ഫുഡ് റെഡിയാക്കും, സംസാരമില്ല. ഭർത്താവ് ഭാര്യയ്ക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും, ഷർട്ട് ഇസ്തിരിട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമുള്ള കരുതലും സ്നേഹമല്ല. നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് മുൻപ് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന വേണ്ടത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വികാരമില്ലെങ്കിൽ ഉറപ്പാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഹൃദയം നഷ്ടപ്പെട്ടു, കരുതൽ നഷ്ടപ്പെട്ടു. നമ്മളെല്ലാം വീപ്പുകളായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ മുൻപത്തെ കാര്യങ്ങൾ അതൊരു ഉദാഹരണമാണ്. ഈ അന്തമല്ല പരിശുദ്ധ അമ്മയെ പോലെ കരുതലുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മാറാൻ സാധിക്കും. അമ്മയെ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഗുണം തിടുക്കമാണ്. എന്താണ് ഈ തിടുക്കം? അത് നന്മ ചെയ്യുവാനായിട്ടുള്ള തിടുക്കമാണ്. അതാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഈ തിടുക്കമാണ്. ഈശോയ്ക്ക് ഉണ്ടായാലും തിടുക്കം. ഇതിനെ വേണ്ടിയിട്ടാണ് നന്മ ചെയ്യുവാൻ വായിച്ചിട്ടുണ്ട്. പിശാചിനെ ബഹിഷ്കരിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുക, അതിന് അധികാര കർത്താവ് ശിഷ്യന്മാർ നൽകുകയാണ്. നന്മ ചെയ്യുവാൻ, തിടുക്കമുള്ളവരായി മാറുവാൻ. വീണ്ടും നമ്മൾ ആണ് മറ്റൊരു വ്യക്തിയെ തിടുക്കത്തിൽ താഴേക്ക് എറിയുകയാണ്. യേശുവിനെ തന്നെ അവനോട് സ്വീകരിക്കുവാൻ നമുക്കും ഉണ്ടായിരിക്കട്ടെ ഈ തിടുക്കം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെയും ഓർമ്മ നിയമമാണ്. ആ നന്മ ഒരു ഭൂമരണ പോലെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. മൂന്നാമതായിട്ട് പരിശുദ്ധമായി കാണാൻ സാധിക്കുന്ന മറ്റൊരു ഗുണം, നമ്മ എല്ലാവരോടും നന്ദിമാരാണ്. എലിസബത്തെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ആലപിക്കുകയാണ്. എന്താണ് ഗീതം? നമ്മൾ 1:46 കാണുന്നുണ്ട്. എന്റെ ആത്മാവ് കർത്താവിനെ എന്റെ ശിഷ്ടന്റെ രക്ഷകനായ ദൈവത്തിലായിരിക്കുന്നു. അവൾ തന്നെ ആശയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല കാലവും എന്നെ ഭാഗ്യവതിയെന്ന് നിർത്തിയിരിക്കുന്നു. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും നന്ദിയുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മാറും. നമ്മുടെ നാടുകളിൽ ഈശോ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. എത്ര പേര് ഈശോയുണ്ട്? 9 പേര് അല്ലേ? ഒരു വ്യക്തി മാത്രം. അതാണ് ഈശോ ചോദിക്കുന്നത്. ലൂക്കാ 17:17 10 കുഷ്ഠരോഗികളെ സുഖത വേളയിൽ ഈശോ ചോദിച്ചു. 10 പേരെ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെ വരും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലായ്പ്പോഴും നന്ദിയുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മാറുന്നു. ഇവിടെ ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈശോ നന്ദി പറയുന്നുണ്ട്, കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട്. വചനങ്ങൾ വായിച്ചിട്ടാണ് ലൂക്കാ 22:19. പിന്നെ അവർ കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നതിന്റെ ശരീരമാണ്. 5:16 ഓർമ്മപ്പെട്ടിട്ടുണ്ട്. എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മൾ നന്ദി പറയേണ്ടത് കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമുക്ക് ശുദ്ധമായും ശ്വസിക്കുവാൻ സാധിക്കുന്നില്ലേ? കുറച്ച് 2 ആഴ്ച ആളുകൾ ശുദ്ധമായില്ല, എല്ലാവരും മാസ്ക് ഇട്ട് വീട്ടിൽ നടക്കിയിരുന്നു. ദേവസ്വയുടെ അപ്രകാരമുള്ള സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഓരോ നിമിഷവും ദൈവമക്കളെ ചിന്തയുന്ന ഓരോ കൊച്ചു കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഇടവക മധ്യസ്ഥയാകുക, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ
ഈശോയെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കരുതലുള്ള വ്യക്തികളായിട്ട് മാറുവാൻ നമ്മൾ പരിശ്രമിക്കും. തെടുക്കമുള്ള വ്യക്തികളായിട്ട് മാറാൻ പരിശ്രമിക്കും. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ, ഒപ്പം ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മാറുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എഴുപതിനായി ജോസഫ് അച്ഛൻ നിർദ്ദേശിച്ച കാര്യങ്ങളില് പലരും ഈ ദിവസങ്ങളില് വിശുദ്ധ വിശുദ്ധമായിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വചനം, ഒരു വിശുദ്ധ ബൈബിളിൽ നിന്നും ലൂക്കായുടെ സുവിശേഷിക്കുന്ന എല്ലാ ദിവസവും ഒരു ക്രിയാമത്ത് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കുറച്ചും നന്മ പ്രവൃത്തികൾ ചെയ്ത് ഇവിടെ ആർക്കെയും കൊടുക്കുന്നത് അതിന് കൂടെ നമുക്ക് ഈ ആത്മകാലത്തിൽ പരിശുദ്ധമയെ പോലെ കരുതലുള്ള വ്യക്തികളായിട്ട് മാറിക്കൊടുക്കുന്നു. നന്മ ചെയ്യുവാൻ നാം തെളിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറിക്കൊടുക്കുന്നു. എല്ലായ്പ്പോഴും കർത്താവിനെ അന്വേഷിച്ചു നല്ലൊരു ആത്മീയ പുൽക്കൂട് ഒരുക്കുവാൻ ഈ ആത്മകാലത്ത് നമുക്ക് പരിശ്രമിക്കും. അതിനായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്.